അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. എന്താണ് പേര് മോന്റെ? മുഹമ്മദ് ഈസ. മുഹമ്മദ് ഈസ. മാഷാ അല്ലാ. മോനെ ഏത് എമിറേറ്റ്സിലാണ് താമസിക്കുന്നത്? ഷാർജ. ഷാർജയിലാണോ? ഓക്കെ ഓക്കെ. ഇവിടെ പഠിക്കുന്നതാണോ വിസിറ്റിൽ വന്നതാണോ? ഇവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കോസ്മോപൊളിറ്റൻ. ഓക്കെ. സിബ്ലിങ്സ് ഒക്കെ ഉണ്ടോ കൂടെ? അത് മോന് മാത്രമാണോ? ബ്രദർ ഉണ്ടോ? ബുക്ക് ഫെയറിൽ വന്നിട്ടുണ്ടോ? ഓക്കെ. ഇത് ഫസ്റ്റ് ടൈം ആണോ ബുക്ക് ഫെയറിൽ വരുന്നത്? ആദ്യമായിട്ടാ വരുന്നത്? ഓക്കെ. ഈ നമ്മുടെ ഈ നടക്കുമ്പോൾ ഇങ്ങനെ കാണുന്നതൊക്കെ വായിക്കാറുണ്ടോ? പോസ്റ്ററിലൊക്കെ എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ഇതൊക്കെ വായിക്കാൻ അറിയോ? മലയാളം വായിക്കാൻ അറിയോ? ഇംഗ്ലീഷ് വായിക്കാൻ അറിയോ? ഓക്കെ. അങ്ങനെ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളിങ്ങനെ ബുക്ക് ഫെയറിലേക്ക് നടന്നു വരുമ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണാറുള്ളത്? കുറെ ബുക്സ് കാണും അല്ലേ? പിന്നെന്താ കണ്ടിട്ടുള്ളത്? പിന്നെന്താ വായിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് മോന്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്? ഒരു ചോദ്യം ചോദിക്കട്ടെ എന്നാലേ. ഓക്കെ. ഇത് എത്രാമത്തെ ബുക്ക് ഫെയർ ആണ്? ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ എത്രാമത്തെ എഡിഷൻ ആണിത്? രണ്ടല്ല, രണ്ടിനെ രണ്ടുകൊണ്ട് ഇൻറ്റു 2 ചെയ്തിട്ട് അത് എടുത്തെടുത്ത് എഴുതിയാൽ മതി. ഇത്ര 44th ആണ് കേട്ടോ. ഇത് 44th എഡിഷൻ ആണ്. ഇപ്പൊ 44 വർഷമായി നമ്മുടെ ഷാർജ ഭരണാധികാരി ഈ ഒരു ബുക്ക് ഫെയർ നടത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പം എല്ലാ വർഷവും ഇതുപോലെ വിസിറ്റ് ചെയ്യണം. ഓക്കെ. മോൻ സ്കൂളിൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? വിച്ച് സ്റ്റാൻഡേർഡ്? ഗ്രേഡ് 3 ഓക്കെ. ഗ്രേഡ് 3 മോന് ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ? അനീഷ ടീച്ചറാണോ? നല്ല മാമാ? ഇംഗ്ലീഷ് ഇഷ്ടമാണല്ലേ? ഓക്കെ. ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാനൊക്കെ ഇഷ്ടമാണോ? ഒരു കാര്യം ചോദിക്കട്ടെ. ഓക്കെ. ഇംഗ്ലീഷില് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ഏതാ? ബുക്കില് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ഏതാ? സ്റ്റോറിയാണോ? ഏത് സ്റ്റോറിയാ ഇഷ്ടം? സ്റ്റോറി വായിക്കാറുണ്ടോ? കണ്ടു വായിക്കാറുണ്ട്. ഓക്കെ. ഉമ്മി അടി കൂട്ടിട്ടാണോ പഠിപ്പിക്കാറുള്ളത്? മോന് സ്വന്തമായിട്ട് പഠിക്കുവോ? സ്വന്തമായിട്ട് പഠിക്കുവോ? ആള് ഉമ്മ ചിരിക്കണ്ടല്ലോ. അടിയൊക്കെ കിട്ടാറുണ്ടോ? ചെറുതായിട്ട്. ബ്രദറിനോട് അടി കൂടുവോ? കുറച്ചല്ലേ? കുറച്ച്. പിന്നെ അടിയൊന്നും കൂടരുത് കേട്ടോ. നല്ല കുട്ടിയായിട്ട് വലിയ കാക്കാണല്ലേ ബ്രദറിന്റെ? ഓക്കെ. എന്തായാലും മോന് പാട്ട് പാടാൻ അറിയോ? ഏതെങ്കിലും ഒരു പാട്ട്, ചെറിയൊരു പാട്ട്, ഒരു 2 lines എങ്കിലും? സൂറത്ത് ഓതാൻ അറിയാം. സ്റ്റോറി അറിയോ? ഏതെങ്കിലും ഒരു ഷോർട്ട് സ്റ്റോറി സ്കൂളിൽ പഠിച്ചേ എന്നൊന്ന് പറ. ഏതാ കേക്കട്ടെ. കുറച്ച് പറഞ്ഞു. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിലോ? ഒരു ദിവസം ഒരു ലയൺ കേജിൽ പെട്ട് കിടക്കുമായിരുന്നു. അപ്പൊ അത്രയും കൈണ്ടല്ലോ ഒരാള് വന്നു. ഓക്കെ. അപ്പൊ ലയൺ പറഞ്ഞ് കേജ് തുറക്കുന്ന ആൾക്കാർക്ക് ലയൺ ഗോൾഡ് കോയിൻ കൊടുക്കും. കേജ് തുറക്കുന്ന ആളുകൾക്ക്. ഓക്കെ. അപ്പം ലയൺ പറഞ്ഞ് ആളുടെ അടുത്ത് പറഞ്ഞ് തുറന്നാൽ ഗോൾഡ് കോയിൻ തരാമെന്ന്. അപ്പൊ ആള് പറഞ്ഞ് ഞാൻ തുറന്നാൽ എന്നെ തിന്നുമല്ലോ എന്ന്. അപ്പൊ ലയൺ പറഞ്ഞ് ഞാൻ അങ്ങനത്തെ ലയണല്ല, ഞാൻ എല്ലാ ലയണിന്റെ കൂട്ടത്തെ ലയണല്ല, ഞാൻ നല്ല ലയണാണ്. അപ്പൊ ആള് വിശ്വസിച്ച് തുറന്നു. അപ്പൊ ലയൺ പറയുന്നു ഇനി എനിക്ക് വിശക്കുന്ന അതിനെ തിന്നു പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞ് എനിക്ക് ഗോൾഡ് കോയിൻ തരുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാലും ഓക്കെ, ഒരു ചാൻസ് തരാം. നമ്മൾ 3 ആനിമലിന്റെ അടുത്ത് ചോദിക്കും തിന്നണോ അതോ ഒന്നും ചെയ്യാതെ ഉണ്ടെന്ന്. ഫസ്റ്റ് ആനിമലിന്റെ അടുത്ത് ചോദിച്ച് ചെന്നപ്പോ ഡോങ്കി. ഫസ്റ്റ് ആനിമലിന്റെ 2 ആനിമലിന്റെ അടുത്ത് ചോദിക്കും. ഫസ്റ്റ് ആനിമലിന്റെ അടുത്ത് ചെന്നപ്പോ ഡോങ്കി. എന്താ പറഞ്ഞത്?
ഡോങ്കി എടുത്തരാൻ ചോദിച്ചപ്പോ ഡോങ്കി പറഞ്ഞ് ഇയാൾ ഞങ്ങളെ കൊണ്ട് കുറെ ജോലി ചെയ്യിപ്പിക്കും, അതുകൊണ്ട് ഇയാളെ തിന്നാണ്. സെക്കൻഡ് ആളുടെ അടുത്ത് പോയി. അയാളൊരു ഫോക്സ് ആയിരുന്നു. ഫോക്സ്. അയാളുടെ പേര് ജാക്കൽ. ജാക്കൽ. ആ. അപ്പൊ ജാക്കൽ പറഞ്ഞ് ആ മാൻ ചോദിച്ച് ഇത് ഫെയർ ആണോ എന്ന്. അപ്പം ജാക്കൽ പറഞ്ഞ് ലയൺ കേജിന്റെ അകത്ത് എങ്ങനെയാ കിടന്നേന്ന്. അപ്പം ലയൺ കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ ബുദ്ധിമാൻ ജാക്കല് കേജ് അടച്ചു. അപ്പൊ ലയൺ വീണ്ടും പെട്ട് ആള് ടാങ്ക് പറഞ്ഞ് രക്ഷപ്പെട്ടു അല്ലേ? അപ്പൊ നല്ലൊരു മോറൽ സ്റ്റോറീസ് ഉണ്ട് ഇതിൽ നമുക്ക് പഠിക്കാനല്ലേ? ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു സ്റ്റോറി ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അതിൻ്റെ ഒരു ഫീലൊക്കെ വന്നിരുന്നു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയില്ല, അതിന് ഞാൻ അയാളെ കഴിച്ചു കളയുന്നു. എന്തായാലും നല്ല സ്റ്റോറിയാണ് കേട്ടോ. ഓക്കെ, ഇത് സ്കൂൾസിലൊക്കെ അവതരിപ്പിക്കണം. ഓക്കെ. ഈ പീസ് റേഡിയോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മോനെ? പീസ് റേഡിയോ എന്ന് പറഞ്ഞൊരു റേഡിയോ ഉണ്ട്. അത് ഇന്റർനെറ്റ് റേഡിയോ ആണ്. മോൻ ഇവിടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ കണ്ടോ? ഇത് കണ്ടോ? ഇവിടെ കണ്ടോ? കുറേ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊക്കെ പീസ് റേഡിയോയിലെ പ്രോഗ്രാംസ് ആണ് കേട്ടോ. ഇതിൽ കുട്ടികൾക്കുള്ള നല്ല പാട്ടുകളുണ്ട്, ഇതുപോലെ നല്ല സ്റ്റോറീസ് ഉണ്ട്. ഡെയിലി നല്ല സ്റ്റോറീസ് കേൾക്കാൻ മതി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാടുണ്ട്, ഇഷ്ടംമാതിരി പ്രോഗ്രാംസ് ഉണ്ട് കുട്ടികൾക്ക്. ഓക്കെ. പിന്നെ ഉപ്പയും ഉമ്മയോ അടി കൂടണ്ട, അത് ആ അടി ഇല്ലാതാക്കാനുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ. അവിടെ ചെല്ലൊന്നും വേണ്ട. മോൻ എന്താക്കേണ്ട അറിയോ? ഉമ്മന്റെ ഉപ്പന്റെ ഫോണില് പീസ് റേഡിയോ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഗൂഗിൾ അല്ല, പ്ലേ സ്റ്റോറിൽ, ആപ്പ് സ്റ്റോറിൽ നമ്മൾ ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യില്ലേ? അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ആപ്പ് സ്റ്റോർ ഉണ്ട്, ഗൂഗിളിൽ പ്ലേ സ്റ്റോർ. ഓക്കെ. അപ്പൊ ഇന്ന് പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കൂലേ? ഓക്കെ. അപ്പം ഖുർആൻ ഓതാനാണ് ഇഷ്ടം അല്ലേ? ഒരു ഏത് സൂറത്ത് ഓതുന്നത്? ഏതെങ്കിലും ചെറിയൊരു സൂറത്ത് ഓതിയാൽ മതി. ഓക്കെ, ഫൈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. മാഷാ അല്ലാഹ്, ചെറിയ സുഹൃത്തുക്കളൊക്കെ പഠിച്ചിട്ടുണ്ട്. എത്ര സുഹൃത്ത് അറിയാമോ? തന്നെ കുറച്ചൊക്കെ അറിയാലേ? ഓക്കെ, ട്രൈ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. ആരാണ് പഠിപ്പിക്കാറുള്ള? ഉമ്മയാണോ? ഏത് മദ്രസയിലാണ് പഠിക്കണേ? അജ്വാൻ മദ്രസ പഠിക്കുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. എന്തായാലും മോനെ പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇനി ഒരുപാട് ഖുർആനൊക്കെ പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം നല്ല അടിപൊളി സൂറത്ത് ഉഷാറായിട്ട് ഓതാൻ പറ്റണം കേട്ടോ, തെറ്റൊന്നും കൂടാതെ. ഓക്കെ. മോനുള്ള ഗിഫ്റ്റും സർട്ടിഫിക്കറ്റോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആഷിഖ് അലിക്കമ്മി. അത് മോനെ നൽകും കേട്ടോ. ഗിഫ്റ്റ് കൂടാതെ വിടുന്നത് മോനെ എന്നെ വിടില്ല. അത് സർപ്രൈസ് ആണ്, ചെറിയൊരു ഗിഫ്റ്റ് കിട്ടും. ബുക്കൊന്നല്ല, എനിക്കുള്ള വേറൊരു സാധനം തരാം. ഹാപ്പി അല്ലേ? ഓക്കെ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അസ്സലാമു അലൈക്കും. നമ്മളെ പേരെന്താ? ഹയ. പേര് പോലെ നല്ല ഹയ ഉണ്ടല്ലോ. ഹയ എന്ന് പറഞ്ഞാൽ എന്താ? ലജ്ജ അല്ലേ? മാഷാ അല്ലാഹ്. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഗ്രേഡ് 2 ആണല്ലേ. മദ്രസയോ? മദ്രസ ഇല്ല, പോകുന്നില്ല. പേരറിയില്ല. മദ്രസയിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? സൂറത്തുകളാ? ലെറ്റേഴ്സ് പഠിക്കുന്നുണ്ട്, അറബിക് ലെറ്റേഴ്സ് ഒക്കെ. അപ്പൊ അറബിക് ലെറ്റേഴ്സ് കണ്ടാലും ഏത് ലെറ്ററാണെന്ന് പറയാൻ പറ്റുമോ? ചിലതൊക്കെ പറ്റും അല്ലേ? മാഷാ അല്ലാഹ്. ഇപ്പൊ ഏതൊക്കെ സൂറാസ് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട്? പിന്നെ
ഫാത്തിഹ, ഫാത്തിഹ. പിന്നെ നാസ്. കുറേ സൂറ പഠിച്ചല്ലോ മാഷാ അല്ലാ. ഇനിയും പഠിക്കണ്ടേ? സൂറ ഖുർആൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം കേട്ടാ. വലുതാകുമ്പോ ഇപ്പല്ല ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 ഒക്കെ കഴിയുമ്പോ ലാസ്റ്റ് നോക്കുമ്പോ ഹയാമോള് ഫുള്ള് ഖുർആൻ ബൈഹാർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാ പറയും. അത് ഉമ്മനോട് ഉപ്പനോട് പറയാം കേട്ടാ. ഖുർആൻ ഫുള്ള് പഠിപ്പിക്കാന്. പഠിക്കണ്ടേ? ഇൻഷാ അല്ലാ. ഏതോ ഒരു ചെറിയ സൂറ ഓതിയാലോ? നല്ല നല്ല ഭംഗിയായിട്ട് സൂറ ഓതിയാല് സമ്മാനം കിട്ടും. സമ്മാനം വേണ്ടേ? എന്താ സമ്മാനത്തിന് എന്താ ഉണ്ടറിയോ? സർപ്രൈസ്. അത് പറയാൻ പറ്റില്ല. അപ്പൊ സമ്മാനം കിട്ടണം എന്ത് ചെയ്യണം? നല്ല ഭംഗിയായിട്ട് ഓതണം. ഹുമസ എനിക്ക് ഇഷ്ടമുള്ള സുറത്ത് ഹുമസയാണോ ഓത്? ഓത്. ഇപ്പൊ ഓത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع ماله وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في أمد ممددة. മാഷാ അല്ലാ. ഭംഗിയായിട്ട് ഓതിയല്ലോ. മാഷാ അല്ലാ. ബാറക്കല്ലാ. വേറെ എന്തൊക്കെ പരിപാടി സ്കൂളിൽ പങ്കെടുക്കുന്നു? സ്കൂളിൽ പോയാല് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആവാ? കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? ഏതൊക്കെ കോമ്പറ്റീഷനിലാണ്? നഷീദ്. മാഷാ അല്ലാ. അപ്പൊ നന്നായിട്ട് നഷീദ് അറിയാം അല്ലേ? ഞാൻ ആബ്സെന്റ് ആയിരുന്നു. ആ പാട്ട് ഇവിടെ പാടിയാലോ? ആ നഷീദ് ഏത് നഷീദാ പഠിച്ചത്? തീരെ ഓർമ്മയില്ല. ചെറിയ 2 പേര് 2 ലൈൻസ് ഇല്ല. നഷീദ് അല്ലാതെ വേറെ എന്തൊക്കെ കോമ്പറ്റീഷനിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? കളറിങ്. കളറിങ്. പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ഇല്ല. പിന്നെ സ്പീച്ചോ? ചെറിയൊരു ടോപ്പിക് നോക്കിയിട്ട് ആ ഒരു ടോപ്പിക്കിൽ പ്രസന്റ് ചെയ്യാൻ ഇല്ല. അപ്പൊ നഷീദ് ഒന്നും ഓർമ്മയില്ല. ഓക്കെ. അപ്പൊ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതിന് കൂടി ആൻസർ തന്നാൽ സമ്മാനം വാങ്ങിയിട്ട് പോവാം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈസി ആണോ ടഫ് ആണോ? ഈസിയാ. ആൻസർ പറയണോ? തെറ്റിക്കരുത്. നമ്മൾ പ്രോഫറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫറ്റിന്റെ പേരെന്താ? നമ്മുടെ നബി പ്രോഫറ്റ് സല്ലല്ലാഹു. എന്ത് സല്ലല്ലാഹു? ഒരു പേരുണ്ടല്ലോ. ഇപ്പൊ നിന്റെ പേര് ഹയ എന്ന് പറഞ്ഞു. അതുപോലെ ആ പ്രോഫറ്റിന് ഒരു പേരുണ്ടാവില്ലേ? അതെ, നമ്മുടെ പ്രോഫറ്റ്, ലാസ്റ്റ് പ്രോഫറ്റ്. മാഷാ അല്ലാഹ്. കറക്റ്റ് ആൻസർ. നമ്മുടെ പ്രോഫറ്റിന്റെ പേര് എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്. നമ്മൾ നന്നായിട്ട് ഓതിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇനിയും കുറേ സൂറാസ് എന്ത് ചെയ്യണം? ബൈഹാർട്ട് ചെയ്യണം കേട്ടാ. ഉമ്മനോട് ഉപ്പനോട് പറഞ്ഞിട്ട് ഇന്നെ ഒരു എന്താ പറയാ, ഒരു നിയത്ത്, ഒരു ഇന്റൻഷൻ വെക്കണം. ഇൻഷാ അല്ലാഹ് വലുതാകുമ്പോൾ ഗ്രേഡ് 6, ഗ്രേഡ് 7, ഗ്രേഡ് 8 എത്തുമ്പോൾ ഖുർആൻ ഫുൾ ബൈഹാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. നമ്മളെ സമ്മാനം റെഡിയാണ്. ഇൻഷാ അല്ലാഹ്. ഇനിയും പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഫോണിൽ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല. അത് ഡൗൺലോഡ് ചെയ്യണ്ടേ? അതില് മോള് നന്നായിട്ട് പാടിയാലും നന്നായിട്ട് ഓതിയാലും മോള് ഓത്തും പാട്ടൊക്കെ പീസ് റേഡിയോയിൽ വരും. ഇന്ന് തന്നെ പോയിട്ട് ഉമ്മനോട് ഉപ്പനോട് പറഞ്ഞിട്ട് മൊബൈലിൽ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യണം കേട്ടാ. അതിൽ മോളെ പരിപാടി പാടാനുള്ള ചാൻസ് ഉണ്ട്, അവസരമുണ്ട്. പാടിയാലും മോളെ പാട്ടും അതിൽ വരും, മോളെ ഖിറാഅത്തും അതിൽ വരും. ഓക്കെ. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Peace Radio. Tune to reality.